വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മെമ്മറി ബോക്സ് ആണ് ഗൈസ്. മെമ്മറി ബോക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം അതിൻ്റെ ഒരിതായിട്ടുള്ളൊരു മെമ്മറി ബോക്സ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. ഇതുപോലെ എന്തെങ്കിലും ഉള്ളൊരു ബോക്സ് എന്തെങ്കിലും എടുത്താൽ മതി ഗൈസ്. ഇപ്പം സോപ്പിൻ്റെ പെട്ടിയൊക്കെ ഇല്ലേ, സോപ്പ് പെട്ടിയായാലും എന്തെങ്കിലും കാർഡ്ബോർഡിൻ്റെ പെട്ടിയായാലും എന്ത് സൈസ് പെട്ടിയായാലും നിങ്ങൾ ഇങ്ങനെ ഷേപ്പായാലും കുഴപ്പമില്ല, എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിക്കണം ഗൈസ്. അതിൻ്റെ മുകളിലായിട്ട് ഇത് എന്നതുപോലെ പടം ഉണ്ടെങ്കിൽ ഇത് മറന്ന് നമ്മൾ ഒട്ടിക്കണം. ഞാൻ എല്ലാ സൈഡിലും ഒരു 2 പ്രാവശ്യം വെച്ച് ഒട്ടിച്ച് കാണും. ഇത് ഒട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഗൈസ് അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇടണം ഗൈസ്. നേരത്തെ ഞാൻ വേണ്ട ഗൈസ് ഹോൾ ഇടാൻ വേണ്ടി നേരത്തെ ഇങ്ങനെ കുത്തൂത്തിട്ട് വെച്ചിട്ടുണ്ട്. കുത്തൂത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പേപ്പർ കട്ടർ കണ്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ചെയ്യുന്നത് ഗൈസ്. ഇനി ഇതിനകത്ത് ഹോൾ ഇടണം ഗൈസ്. ഗൈസ് എന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ കുത്തി കൂട്ടിട്ടുണ്ട് ഗൈസ്. ഇതൊരു കാർഡ്ബോർഡിൻ്റെ എന്തെങ്കിലും ഒരു പീസാണ് ഗൈസ് ഇങ്ങനെ കാണുന്നത്. കണ്ടാൽ നല്ലപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഗൈസ്. ഞാൻ കത്രിക വെച്ച് ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കുവാണ് ഗൈസ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ തുറക്കാൻ പോകുന്നതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞു ഗൈസ്. നമുക്ക് സ്കൂളിലൊക്കെ ഓരോ സാധനങ്ങൾ കാണുമല്ലോ ഗൈസ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും മുട്ടായി കയറോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുന്ന സാധനങ്ങളും ഒക്കെ കിട്ടും. എന്ത് കിട്ടിയാലും നമുക്കിങ്ങനെ മെമ്മറീസൊക്കെ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. അതിന് ശേഷം നമ്മുടെ സ്കൂൾ അടയ്ക്കുമ്പം ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ആണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം, നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ചെയ്യാം ഗൈസ്. അങ്ങനെ സ്കൂൾ അടയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫുള്ളായിട്ട് പൊളിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രസം ഗൈസ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സാധനമാണ് ഗൈസ് ഇത്. ഞാനപ്പം നമ്മൾ കണ്ട ഊട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മണി ബോക്സ് വരുന്നുണ്ട് ഗൈസ്. കണ്ടോ, നമുക്ക് മണി ബോക്സ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്, പക്ഷെ ഇപ്പോൾ നമ്മളെന്തായാലും മെമ്മറി ബോക്സാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് എൻ്റെ എളുപ്പത്തിൽ ഞാൻ കുറച്ച് കവാ സ്റ്റിക്കേഴ്സാണ് ഗൈസ് ഒട്ടിക്കുന്നത്. ഞാൻ 2 കവാ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഉള്ള സ്റ്റിക്കറായാലും പടം വരയ്ക്കണമെങ്കിൽ പടം വരച്ച് എങ്ങനെയെങ്കിലും വെക്കാം ഗൈസ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഈ കവാ സ്റ്റിക്കർ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുവാണ് ഗൈസ്. കവാ സ്റ്റിക്കർ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി ഒട്ടിച്ചാലും നല്ല രസമായിരിക്കും. അതാണ് ഇവിടെ ഒരു ലൈറ്റ് പോലത്തെ ഒരു സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് ഇവിടെ ഒരു കാര്യം എഴുതാനുണ്ട് ഗൈസ്. എന്താ ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഗൈസ് അതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പേന എടുക്കണം ഗൈസ്. പേന എടുത്തതിന് ശേഷം മൈ സ്കൂൾ മെമ്മറി ബോക്സ് എന്ന് എഴുതണം ഗൈസ്. ഞാൻ ആദ്യമേ പെൻസിൽ വെച്ച് എഴുതാൻ ഗൈസ്, എന്നാലും പേന വെച്ച് എഴുതിയാൽ നല്ല വൃത്തി കാണത്തോളും. അപ്പോൾ ഗൈസ് ഞാൻ്റെ പെൻസിൽ വെച്ച് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് കാണാൻ പറ്റുന്നതെന്ന് അറിയുന്നുണ്ട് ഗൈസ്. എനിക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അല്ല ഗൈസ്. നമുക്ക് എന്തായാലും പേന വെച്ച് എഴുതാം. ഇതിനകത്ത് എഴുതേണ്ടത് മൈ സ്കൂൾ മെമ്മറി ബോക്സ് എന്നാണ്. നമ്മുടെ സ്കൂളിലെ മെമ്മറി ബോക്സ് ആയതുകൊണ്ട് മൈ സ്കൂൾ മെമ്മറി ബോക്സ് എന്നാണ് ഗൈസ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഏത് പേനാണെങ്കിലും എടുക്കാം. ബ്ലാക്ക് എടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. മെമ്മറി ഗൈസ്, പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട് ഗൈസ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് കാൻഡിഡ് ക്ലൗഡ് എന്നാണ്. അപ്പോൾ ഗൈസ് കാൻഡിഡ് ക്ലൗഡ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഗൈസ് കിട്ടും. അപ്പോൾ ഞങ്ങൾ 2 കൂടെ ആണ് ആ യൂട്യൂബ് ചാനൽ നടക്കുന്നത്. ഞങ്ങളിതുവരെ വീഡിയോ ഒന്നും ഇട്ടില്ല, വീഡിയോ ഒക്കെ ഇടത്തേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, വീഡിയോ ഒന്നും ഇട്ടില്ല. പേനയുടെ ഇങ്ക് തീർന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്താണ്ട് ഇവിടെ എഴുതുന്നുണ്ട് മൈ സ്കൂൾ മെമ്മറി ബോക്സ് എന്ന്.
ഗൈസ് ക്യൂട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിക്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പടമായാലും എന്തെങ്കിലും വരച്ച് വെച്ചാൽ മതി ഗൈസ്. എന്തെങ്കിലും ഡിസൈൻ എന്തെങ്കിലും കൊടുത്താൽ മതി ഗൈസ്. അപ്പം നമുക്ക് നല്ലോണം യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഗൈസ് ഞാൻ കുറച്ചും കൂടെ കവർ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് കുറച്ച് കവർ സ്റ്റിക്കർ കൂടി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ക്യൂട്ട് പോരേ. ഇടുന്ന സ്ഥലത്ത് ഞാൻ ആണ്ട് ഇവിടെ എന്തോ ചൈനീസിൽ ആരാണ്ട് ചെയ്യുന്നൊരു സാധനം ഉണ്ട് ഗൈസ്. എന്തോന്ന് എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പം ചൈനീസ് അല്ലെങ്കിൽ നമുക്കൊന്ന് വായിക്കാൻ അറിഞ്ഞൂടല്ലോ. ചൈനീസിൽ എന്താണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു സാധനം ഗൈസ്. ഇതൊരു സ്റ്റിക്കറാണ്. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റിക്കർ, പിന്നെ ഇവിടെ ഒരു ഫ്ലവറിൻ്റെ സ്റ്റിക്കർ, ഇവിടെ ഒരു ടെഡി ബിയർ, അതൊക്കെയാണ് ഗൈസ്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് എന്താണ് ഇത്രയുള്ളൂ ഗൈസ്. ഇത് ആർക്കാണെങ്കിലും നല്ല സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോയല്ലേ ഗൈസ്. അപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സാധനമാണ് ഗൈസ്. നമുക്ക് വേണ്ടവർക്ക് യൂസ്ഫുൾ ആവുന്ന സാധനമായിരിക്കും ഗൈസ്. എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.